നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാരക മയക്കുമരുന്നായ MDMA-യുമായി ഒരാൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. ഓങ്ങല്ലൂർ സ്വദേശി മൻസൂറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പട്ടാമ്പിയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 32ഓളം കേസുകളാണ് എടുത്തതെന്ന് SI മണികണ്ഠൻ പറഞ്ഞു. മാരക മയക്കുമരുന്നായ MDMA-യുമായി ഓങ്ങല്ലൂർ സ്വദേശിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. ഓങ്ങല്ലൂർ പാറമ്പിൽ മൻസൂറിനെയാണ് പട്ടാമ്പി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് 29 വയസ്സാണ്. ഇയാളിൽ നിന്നും 6 ഗ്രാം മയക്കുമരുന്നും പിടികൂടിയിട്ടുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമാണ് ഇയാളെ മയക്കുമരുന്നുമായി പോലീസ് സംഘം പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് SI മണികണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി പോലീസ് പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം, വിൽപ്പന, കടത്തലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇന്നത്തേക്ക് ഏകദേശം 32ഓളം കേസുകൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗവും കടത്തലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പട്ടാമ്പി പോലീസിന് പിടികൂടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 4 മീഡിയം ക്വാണ്ടിറ്റി കഞ്ചാവ്, അതുപോലെ തന്നെ 27 ആളുകൾ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയുകയും ഇന്നലെ 6 ഗ്രാം MDMA-യുമായിട്ട് മൻസൂർ എന്ന കല്ലാടിപ്പറ്റ ഓങ്ങല്ലൂർ സ്വദേശിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മിനിഞ്ഞാന്ന് 1.25 കിലോയോളം കഞ്ചാവ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പട്ടാമ്പി സ്വദേശികളുടെ എല്ലാവരുടെയും പിന്തുണ ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം, ലഹരി കടത്തൽ, ലഹരി വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കുന്നതിന് അപേക്ഷിക്കുന്നു. മിനി ബസും പിക്കപ്പ് മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം. 5 കുട്ടികൾക്കും പിക്കപ്പ് ഡ്രൈവർക്കും പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപത്താണ് വെള്ളിയാഴ്ച 3 മണിയോടെ അപകടം സംഭവിച്ചത്. മുള്ളൂർക്കര, ആറ്റൂർ, പാറപ്പുറം സ്വദേശികളായ ആളുകൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പ് മിനി ലോറി ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന 5 കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആദ്യം ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് 3 കുട്ടികളെ തൃശൂരിലേക്കും കൊണ്ടുപോയി. ഗുരുതരമായ പരിക്കുപറ്റിയ ലോറി ഡ്രൈവറെ ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ചെറുതുരുത്തി പോലീസ്, ഷൊർണൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാവാം കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നിരന്തരമായി കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് കറുകപ്പുത്തൂർ വട്ടുള്ളിക്കാവ് പാതയിലെ ഓവുപാലങ്ങളുടെ നിർമ്മാണത്തെ മന്ദഗതിയിലാക്കുന്നതായി നാട്ടുകാർ. തിരുമിറ്റക്കോട് ജലസേചന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ആവശ്യമായ ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നതിനാലാണ് റോഡിന്റെ നവീകരണം തടസ്സപ്പെടുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. കറുകപ്പുത്തൂർ വട്ടൊള്ളിക്കാവ് പാതയുടെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ ജനുവരിയിലാണ് നടന്നത്. കുടിവെള്ള പൈപ്പുകളുടെ പുനഃക്രമീകരണ ജോലികൾ വൈകിയതോടെ 9 മാസമായിട്ടും ഒച്ചിഴയും വേഗത്തിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. 6 കിലോമീറ്റർ നീളമുള്ള പാതയ്ക്കായി 8 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ, കറുകപ്പുത്തൂർ, വെള്ളടിക്കുന്ന് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്. ഓവുപാലത്തിന്റെ നിർമ്മാണത്തിനായി റോഡിനു കുറുകെ സ്ലാബ് സ്ഥാപിക്കുന്നതിനായി മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ചാണ് വലിയ ചാലുകൾ നിർമ്മിക്കുന്നത്. ഇതിനിടെ പാതയ്ക്കടിയിലൂടെ തലങ്ങും വിലങ്ങുമായി പോകുന്ന കുടിവെള്ള പൈപ്പുകളിൽ തട്ടി ചെറിയ തോതിൽ പൈപ്പുകളിൽ വിള്ളലുണ്ടാകുന്നത് പതിവാണ്. പൈപ്പുകൾക്ക് ചോർച്ചയായതോടെ ചാലുകളിൽ ദിവസങ്ങളോളമായി വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇത് പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം വീടുകളിലേക്കുള്ള കുടിവെള്ളവും മുട്ടിക്കുകയാണ്. പൈപ്പുകൾ പൊട്ടി ഏറ്റവും കൂടുതൽ വെള്ളം പാഴാകുന്നതും ഇപ്പോൾ തിരുമിറ്റക്കോട് പഞ്ചായത്തിലാണ്. CCTV ന്യൂസ്, തൃത്താല. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി. ഒരു നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനികളായി പുഴകളെ കാണണമെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്തു. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്താണ് മനുഷ്യച്ചങ്ങല തീർത്തത്. വിദ്യാർത്ഥികളും വിവിധ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളുമെല്ലാം മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. മേലെ പട്ടാമ്പി മുതൽ പട്ടാമ്പി സിഗ്നൽ വരെ മനുഷ്യച്ചങ്ങല നീണ്ടുനിന്നു.
തുടർന്ന് പ്രതിജ്ഞയും എടുത്തു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ്ണ. തുടർന്ന് നടന്ന ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി. മാലിന്യം തള്ളാനുള്ള ഇടങ്ങളായല്ല, ഒരു നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനികളായാണ് നദികളെയും പുഴകളെയും എല്ലാം നാം കാണേണ്ടതെന്ന് റഫീഖ് അഹമ്മദ് സൂചിപ്പിച്ചു. പ്രാഥമികമായിട്ടുള്ള കാര്യം ഈ പുഴയെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുഴ, നദി എന്നൊക്കെ പറയുന്നതാണ് മനുഷ്യ നാഗരികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. നമ്മൾ സിന്ധു നദിയുടെ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം, പിന്നെ നൈൽ നദി സംസ്കാരം, എന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. എല്ലാം മനുഷ്യ നാഗരികത, മാനവ നാഗരികത പിച്ച വെച്ച് വളർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ നിന്നാണ്. പക്ഷേ നദിയെ നമ്മൾ ഒരു മാലിന്യം കൊണ്ടാടാവുന്ന ഒരു വേസ്റ്റ് ബിന്നായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അതങ്ങനെയല്ല, ഒരു നാടിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ രക്തധമനിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ്. ചില കാര്യങ്ങളിൽ ലോക നിലവാരത്തിലാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശിശുഭരണ നിരക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബുകളും ഉണ്ടായിരുന്നു. മലിനമല്ല, നിക്ഷേപിക്കാനല്ലേ എന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്നെ ഉപയോഗിച്ച് എല്ലാവരുടെയും കയ്യിലെ ഭാഗ്യരേഖ പോലും തേഞ്ഞുമാഞ്ഞു പോകും. അതാണ് അവസ്ഥ. ഈ നാട് എന്ന് നന്നാവാനാ? ഞങ്ങൾ വെറും കാഴ്ചക്കാരല്ല, ഞങ്ങളെ ഉപയോഗിക്കൂ, ശുചിത്വം ശീലമാക്കൂ. ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ പ്രധാന ഭാഗമായ ചാലിശ്ശേരി മുതൽ ഞാങ്ങാട്ടിരിക്കടവ് റോഡ് വരെയുള്ള പാതയിലെ അപകടക്കുഴികൾ നികത്തി തുടങ്ങി. 18 വർഷത്തോളമായി കാര്യമായ നവീകരണം പാതയിൽ നടന്നിട്ടില്ല. പൊതുമരാമത്ത് നവീകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരി അമ്പലം റോഡ് മുതൽ ഞാങ്ങാട്ടിരി ഇറക്കം വരെയുള്ള കുഴികൾ നികത്തി. മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ കുഴികൾ നികത്തുമെന്നും പൊതുമരാമത്ത് മെയിന്റനൻസ് വിഭാഗം AE പറഞ്ഞു. ഇതോടൊപ്പം ടാറിംഗ് പ്രവൃത്തി നടത്തില്ല. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി പാലം വരെയുള്ള റോഡിന്റെ അവസ്ഥ അതിദയനീയമാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 10-ലധികം പേർക്കാണ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വീട് വെക്കാനെന്ന പേരിൽ അനുമതി വാങ്ങി കൊന്നിടിച്ച് 100 കണക്കിന് ലോഡ് മണ്ണ് സ്വകാര്യ കമ്പനിക്ക് വേണ്ടി കടത്തുന്നതായി പരാതി. സംഭവത്തിൽ മുള്ളൂർക്കര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസും നാട്ടുകാരും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് ഇരുനിലങ്കോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും ദിവസങ്ങളായി മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് കുന്നിടിച്ച് 100 കണക്കിന് ലോഡ് മണ്ണാണ് ലോറിയിൽ കടത്തുന്നത്.
സ്ഥലം ഉടമ വീട് നിർമ്മാണത്തിനെന്ന പേരിലാണ് മുള്ളൂർക്കര പഞ്ചായത്തിൽ രേഖാമൂലം അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ വീട് വയ്ക്കുന്നതിനു വേണ്ടി മണ്ണെടുത്തു കഴിഞ്ഞിട്ടും സമീപമുള്ള കുന്നിടിച്ച് മണ്ണ് കടത്തുന്നു എന്നാണ് ആരോപണം. ഒട്ടേറെ വീടുകളുള്ള പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മണ്ണ് മാഫിയകളുടെ സ്വാധീനത്തിന് വഴങ്ങി മണ്ണിടിച്ച് കടത്തിക്കൊണ്ടുപോവുകയാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ചേച്ചി നമസ്കാരം. ഇപ്പൊ നിങ്ങളെ വീടിന്റെ അവിടെയാണല്ലോ ഇപ്പൊ ഈ മണ്ണെടുക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ട്? മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഉമ്മർക്ക് ഒരു തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പം വെള്ളം അത്രയും താത്തിട്ട് എടുത്തിട്ടുണ്ട് അവർ. അപ്പം ഇങ്ങോട്ട് വരികയാണ്, വെള്ളം മുഴുവൻ വരും. അത് ആദ്യം വെള്ളം വന്നിരുന്നതാണ്. ഞങ്ങളോട്ട് ആൾ തന്നെയാണ് അതൊക്കെ കെട്ടിയത്. എവിടെ അവരുടെ പറമ്പ് കൂടെ മണ്ണിട്ട് കെട്ടിയത് ആളാണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഞങ്ങൾക്കത് കാരണം പേടിയാണ് ഇവിടെ താമസിക്കുക. ഇവിടെ അധികം വരുന്നവരും പോകുന്നവരും മുഴുവൻ ഞങ്ങളോട് നാട്ടുകാരും ഒക്കെ പറയുന്നത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൻ്റെ മുന്നേ മണ്ണെടുത്തപ്പോൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെന്താ ചെയ്യുക, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇവർ എന്താ വെച്ചാൽ അവർ അറിയിച്ചു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പരാതി, പിന്നെ വില്ലേജിൽ കൊണ്ടുകൊടുത്തു. ഒക്കെ എൻ്റെ പേർക്കാണ് വെച്ചിട്ടുള്ളത് പരാതികളൊക്കെ. പിന്നെ പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാരും മുൻ പ്രസിഡന്റ് വർഗീസും പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി മണ്ണെടുക്കുന്നത് നിർത്തണമെന്നും അല്ലാത്തപക്ഷം വൻ സമര പരിപാടികളിലേക്ക് പോകുമെന്നും NS വർഗീസ് പറഞ്ഞു. CCTV ന്യൂസ് താളി. കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിൽ ഈ മാസം 29-ന് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം അൻസാർ നഗർ മർക്കസിന്റെയും SOS സ്വാതന്ത്ര്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തെക്കുമല അൻസാർ നഗർ മർക്കസിൽ വെച്ച് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും. സുലൈമാൻ സക്കാഫി അധ്യക്ഷത വഹിക്കും. അബ്ദുൾ റഷീദ് ബാക്കവി സന്ദേശ പ്രഭാഷണം നടത്തും. മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും തെക്കുമല അൻസാർ നഗർ മർക്കസ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിക്കും. അബ്ദുൾ റഷീദ് ബാക്കവി സന്ദേശ പ്രഭാഷണം നടത്തും. MC അബ്ദുൽ അസീസ് 13ാം വാർഡ് മെമ്പറും രാമദാസ് മാസ്റ്റർ 14ാം വാർഡ് മെമ്പർ, കുഞ്ഞാപ്പു ഹാജി എന്നീ പ്രമുഖ വ്യക്തികൾ പ്രസ്തുത ക്യാമ്പിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അബ്ദുൾ റഷീദ് സക്കാഫി, സുലൈമാൻ സക്കാഫി, അബൂബക്കർ സക്കാഫി, സയ്യിദ് മുർഷിദ് തങ്ങൾ അൽബുഖാരി, K ഇസ്മയിൽ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മതവിദ്യാഭ്യാസ കേന്ദ്രമാണ് മർക്കസ് ദഅവത്തുൽ ഇസ്ലാമിയ. മർക്കസ് അൻസാർ നഗർ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും കീഴിലാണ് മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് വളരെ പ്രൗഢമായി തന്നെ 140ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ എല്ലാ ചെലവുകളും കമ്മിറ്റി വഹിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും നൽകി ഉന്നത വളരെയധികം പ്രാപ്തരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക, സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഗുണമുള്ള ഉന്നത വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.